അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പിർസത്തെ വിശ്വാസിമാരെ, മുസ്ലിമീങ്ങളെ, സഹോദരി സഹോദരന്മാർ, കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്നാമതായിട്ട് ഞങ്ങളെ മക്കൾക്ക് ഞങ്ങൾ കൊടുക്കണായ ഹക്കിരെ ഭാഗത്തിക്കരുത്. പടച്ച റബ്ബിൻ്റെ വിഷയത്തിൽ നിരന്തരമായിട്ട് അങ്ങക്ക് പടിപ്പാട്ടി കൊടുത്തോണ്ടിരിക്കണം. അതിൽ ഒന്നാമതായിട്ട് മനസ്സിലാക്കണായത് തൗഹീദിൻ്റെ വിഷയം, അതേപോലെ ശിർക്കിൻ്റെ ഭയാനകത്തെയും അപായവും ഇത് ചൊന്നു കൊടുത്തോണ്ടിരിക്കണം. മഹാന്മാരായ നബിമാർ അങ്ങനെ വസീയത്തിലും അങ്ങനെ നസീഹത്തിലും അങ്ങനെ ദുആത്തിലും എല്ലാം ഈ വിഷയത്തിനകത്ത് ഇന്നത് ചൊന്നിട്ട് ഞങ്ങൾ മനസ്സിലാക്കിയ. ഇനി അബ്ബമ്മമാരൊട്ടിയുള്ളേ രണ്ടാമത്തെ ഒരു ബാധ്യതയിട്ട് ഞങ്ങൾ മനസ്സിലാക്കണായത് മക്കൾക്ക് ദീനിയായിട്ടുള്ളതായ ഇൽമു കൊടുക്കുകയും നിരന്തരമായിട്ട് പ്രയത്നമാക്കണം. ಅದರ ವಿಷಯത്തിൽ നല്ല ആഗ്രഹം ഇന്നങ്ങാവണം. അത് പടിപ്പാട്ടി കൊടുക്കുന്നതിൽ യാതൊരു കുറത്തെയും ഞങ്ങൾ കാട്ടുകുത്തീറ. നോക്കൂ, ഞങ്ങൾ മനസ്സിലാക്കിയതുപോലെ ഞങ്ങൾ ഐഹികലോക ജീവനത്തിൽ അല്ലെങ്കിൽ സെക്യുലർ സബ്ജക്ട്സ് അതെല്ലാം ഭാരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞങ്ങൾ മനസ്സിലാക്കണം. അത് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ മാർക്സ് കുറോടിയായെങ്കിൽ അതിക്ക് ട്യൂഷൻ ഇടുക. അതുപോലത്തെ എന്തെല്ലാം ആ കിടാവുಗೂ ആ മോണുಗೂ മോളുಗೂ ಆ ಸಬ್ಜೆಕ್ಟ್ಲು ಮೇಲು ಬರೋಗ ಅವರು ಅದಕ್ಕೆಲ್ಲ ಪ್ರಯತ್ನ ಹಾಕ್ರೆ. അതേപോലെ ഒരു 90% കിട്ടണം ചെന്നുത്തരങ്ങ ഉദ്ദേശിച്ച് തിക്കിറ. അപ്പോൾ അത് കൊറോടിയായെങ്കിൽ ഭാരി ഒരു ടെൻഷനും ബേജാറും അതെല്ലാം ഞങ്ങളെ ജീവിതത്തിലേക്ക് ആയെങ്കിൽ ദീനിയായിട്ടുള്ള പഠിപ്പുകൾ ഞങ്ങൾ എത്ര മഹത്വം കൊടുത്തോണ്ടുള്ള. നൻ്റെ മോള് ഒലിമ്പ ക്ലാസ്സിലുള്ള ആൾ, ഒലിമ്പനെ 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ആൾ, അല്ലെങ്കിൽ PUC ആയിത്തിക്കര്, ഡിഗ്രി ആയിത്തിക്കര്, കറക്റ്റായിട്ട് മഹ്റജോട് കൂടിയിട്ട് ഖുർആൻ ഓതുക നൻ്റെ മോൾക്ക് ബണ്ട. അള്ളാഹുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പഠിപ്പാട്ടിയതുപോലെ നിസ്കരിക്കുക നൻ്റെ മോണുക്ക് ബണ്ട. അങ്ങനെ ദീനിയായിട്ടുള്ള ഓരോ വിഷയവും നൻ്റെ മോണുക്കും നൻ്റെ മോൾക്ക് ബണ്ട ചൊന്നുത്തനങ്ങ എപ്പോഴെങ്കിലും ആലോചന ആക്കിയാണ്. അതുകൊണ്ട് ഒരു ബേജാറ് ഞങ്ങൾക്ക് ഉണ്ടായിര ഇല്ലേ ചൊല്ലത് എത്തിക്കര്. ഞങ്ങൾക്ക് ഉള്ളതായ ഒരു അനുഭവം അങ്ങനെ എത്തിക്കര്. ഇസ്ലാം കാര്യം എത്രയാന്ത് കേട്ടെങ്കിൽ, ഈമാൻ കാര്യം എത്രയാന്ത് കേട്ടെങ്കിൽ, ഖബറിൽ കിടന്നിട്ടായെങ്കിൽ, മരിച്ചിട്ട് കിടന്നിട്ടായെങ്കിൽ കെടുക്കുന്നതായ ഒന്നാമത്തെ പ്രശ്നം എന്തിനെന്ത് കേട്ടെങ്കിൽ, മയ്യത്ത് എങ്ങനെ നിസ്കരിക്കണമെന്ന് കേട്ടെങ്കിൽ, അത് ഗൊന്തില്ലാത്ത ഒരു അവസ്ഥയ്ക്ക് എത്തിക്കര് ഞങ്ങളെ സമൂഹ പോയോണ്ടുള്ളത് ഭാരി ഒരു ബേജാറിൻ്റെ വിഷയം. ബാക്കിയുന്നതിലെല്ലാം ശ്രദ്ധിക്കുന്നതായ അബ്ബമ്മമാർ ദീനിയായിട്ടുള്ളതായ പഠിപ്പ് കൊടുക്കുക എന്തുകൊണ്ടു ശ്രദ്ധിക്കില്ല. സാധാരണ ഉണ്ടാവുന്നത് ഏതെങ്കിലും ഒരു മദ്രസത്തേക്ക് കൊമ്പോയിട്ട് സേർപാട്ടിയുണ്ടായെങ്കിൽ പിന്നെ എല്ലാ ജവാബ്ദാരിയും അല്ലെങ്കിൽ അതൊരു ഉത്തരവാദിത്ത അവിടെ പഠിപ്പാട്ടം കൈത്ത് തയ്ത്തിക്കരും. അത് പഠിപ്പാട്ടങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്, മദ്രസ നടപ്പാട്ടങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. അതെല്ലാം വേറെ വിഷയത്തിക്കര്. അത് വേറെ ഞങ്ങൾ മനസ്സിലാക്കണത് എത്തിക്കര്. ആയെങ്കിൽ ഒരു അബ്ബ ഉമ്മ ചൊല്ലുന്ന രീതിയിൽ ഞങ്ങൾക്കുള്ള ഉത്തരവാദിത്വം എന്തിന് ഞങ്ങൾ ദുനിയാവുക്ക് ഇത്ര പ്രാമുഖ്യത്തെ കൊടുക്കുക, പ്രാധാന്യത്തെ കൊടുക്കുക. അവിടെ ഞങ്ങൾ ചൊല്ലില്ല അത് ഏത് സ്കൂൾക്ക് അല്ലെങ്കിൽ കോളേജിൽ സേർപ്പാട്ടെങ്കിൽ അത് ആ കോളേജിൽ ഞങ്ങൾ ഉത്തരവാദിത്വം ഞങ്ങൾ മുണ്ടാതിരിക്കില്ല. അവിടെ ഞങ്ങൾ സ്വന്തം ഇൻട്രസ്റ്റ് എടുത്തിട്ട് ഏത് സബ്ജക്റ്റിലെത്തിക്കിற മാർക്സ് കുറവടി ഉള്ളത് ಅದಕ್ಕೆ ಬೇಡ ವ್ಯವಸ್ಥೆಯೆಲ್ಲ ನಂಗೆ ಹಾಕ್ರ. ಆಯಂಗೆ ದೀನರ ವಿಷಯ ಬರ್ಮತ್ತುಗು, ದೀನಿ പഠിப்புರ ವಿಷಯ ಬರ್ಮತ್ತುಗು, ദീനി വിദ്യാഭ്യാസ വിജ്ഞാനത്തെ വിഷയം ಬರ್ಮತ್ತುಗು. അവിടെ മാത്ര ഏതെങ്കിലും ചില ആൾമാരെ ദൂരിത്ത് ഞങ്ങൾ ഉണ്ടാണ്ടിരിക്കിற. അവൻ ഇത്ര വർഷം മദ്രസത്തേക്ക് പോയ എന്തും പഠിച്ചിട്ടില്ല, അവനക്ക് എന്തും ഗൊന്തില്ല. എന്തേ അത് അവിടെ എത്തിക്കിற ഞങ്ങൾ മനസ്സിലാക്കണായത് അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങൾക്ക് ദുനിയാവുറും ആഖിറത്തും വിഷയത്തിൽ നമുക്ക് പഠിപ്പാട്ടി തണ്ടത് കാണുവാൻ സാധിക്കരുത്. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ, അങ്ങ് ദുനിയാവുറ ജീവനത്തെ കൈത്തിക്കര അങ്ങ് പ്രാമുഖ്യത്തെ കൊടുക്കരുത്. വൽ ആഖിറത്തു ഖൈറും വ അബ്ഖാ, അങ്ങ് മനസ്സിലാക്കണായത് ആഖിറത്തെ തിക്കര് ഖൈറായതും
അതേപോലെ ബാക്കിയാവുന്നതും ആഖിറത്തെ തിക്ർ. മാ ഇൻദകും യൻഫദു വമാ ഇൻദല്ലാഹി ബാഖ്. നിങ്ങളെ കയ്യിൽ എന്തുണ്ടാ അതെല്ലാം തീർന്നു പോവും. അയെങ്കിൽ പടച്ചറബ്ര മുട്ട ഉള്ളത് അത് എപ്പത്തും ബാക്കിയാവുന്നത് തിക്ർ ചൊന്നതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നെനപ്പാക്കി തണ്ട. ദുനിയാവുර ഏത് സർട്ടിഫിക്കറ്റ് ഇന്നെങ്കും, എത്ര വലിയ ഉന്നതമായ വിദ്യാഭ്യാസം എടുത്തു തിന്നെങ്കും, എത്ര ഉന്നതമായ പദവിയിൽ നിന്നെങ്കും അതെല്ലാത്തും ഒരു അന്ത്യമുണ്ട്, എണ്ടുണ്ട്. ഞങ്ങൾ മരിക്കുന്നോടത്ത് കൂടിയിട്ട് അത് എല്ലാത്തും ഒരു കൊന ആ മരണത്തോട് കൂടിയിട്ടുണ്ടാവും. ആയെങ്കിൽ ഞങ്ങൾ പഠിച്ച ഇൽമു ശറഈയായിട്ടുള്ള ദീനിയായിട്ടുള്ള പഠിപ്പ് അതുകൊരു എണ്ടില്ല. അത് നിരന്തരമായിട്ട് ഞങ്ങൾക്ക് മരിച്ചിത്തായ്പിനും ഉപകാരപ്പെട്ടതായ ആഖിറത്തിലും ഉപകാരപ്പെട്ടതായ ഇൽമൈ തിക്ർ. അതുകൊണ്ട് തിക്ർ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്നത് യർഫഇല്ലാഹു അല്ലദീന ആമനു മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. നിങ്ങളിൽ വിശ്വസിച്ചെങ്കും അതേപോലെ വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത് ഇൽമു നൽകപ്പെട്ടെങ്കും അങ്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പദവിങ്ങ ദറജത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുറ ചൊന്നത് തിക്ർ. പല രീതിയിലുള്ളതായ പദവിങ്ങ ഗ്രേഡ് അവനക്ക് കൊടുക്കുറ, ഉന്നതമായ ആ ഒരു പദവിക്ക് ഒരു ദറജക്ക് അവൻ എത്തിപ്പെടാ ചൊന്നത് തിക്ർ. അവ ഇൽമു പഠിக்கிறങ്ങാവണം. ഞങ്ങളെ മക്കളും ഇൽമു പഠിக்கிறങ്ങാവണം. വർക്കത്തും അത് ദുനിയാവുക്ക് മാത്ര പ്രാമുഖ്യത്തെ കൊടുത്തു. ഞങ്ങളെ മക്കൾക്ക് നിസ്കരിക്കോ തെരിയാത്തതായ, ഞങ്ങൾ മരിച്ചിട്ടായെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടത് ദ്വാർക്കുക പോലും ഗൊന്തില്ലാത്തതായ ഒരു മക്ക, ഒരു മോളും ഞങ്ങൾക്ക് ഉണ്ടാവുക. 5 വക്ത് നിസ്കരിക്കാത്തതായ, എങ്ങനെ നിസ്കരിക്കണം, എങ്ങനെ ഉളുവാക്കണം, എങ്ങനെ ഖുർആൻ ഓതണം, ഇതേതും പിടിയില്ലാത്തതായ ഒരു അവസ്ഥ ഞങ്ങളെ മക്കൾക്ക് ഉണ്ടാവൂ തീരാ ചൊന്നത് തിക്ർ ഞങ്ങൾ രണ്ടാമതായിട്ട് മനസ്സിലാക്കണായത്. നോക്കൊരു മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമുടെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നത് വലഖദ് ആതൈന ദാവൂദ വസുലൈമാന ഇൽമ. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഞങ്ങൾ ഇൽമു കൊടുത്ത ആ സന്ദർഭ വഖാല അൽഹംദുലില്ലാഹി അല്ലദീ ഫളലനാ അലാ കസീരിൻ മിൻ ഇബാദിൽ മുഅ്മിനീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നത് ഞങ്ങൾ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമും കൊടുത്തപ്പോ അങ്ങ് ചൊന്നതായ പൽക്ക വഖാല അങ്ങ് ചൊന്നതായ പൽക്ക എന്തൊരു അൽഹംദുലില്ലാഹി അല്ലദീ ഫളലനാ അലാ കസീരിൻ മിൻ ഇബാദിൽ മുഅ്മിനീൻ. അല്ലാഹുരെ മുഅ്മിൻമാര ഇബാദുമാരിൽ അല്ലാഹു യാർ തങ്ങൾക്ക് കൊടുക്കാത്തതായ ആ ഫളൽ എന്താക്കി ഞങ്ങൾക്ക് തന്ന, അതുകൊണ്ട് അല്ലാഹുവേ നിക്ക് സർവസ്തുതിയും. ബാക്കി നിങ്ങൾക്ക് ആർക്കും കിട്ടാത്തത് നന്റെ മോൻ എഞ്ചിനീയറിംഗ് ആക്കിയ, നന്റെ മോൻ UK അതാക്കിക്കൊണ്ടുള്ള, അല്ലെങ്കിൽ അമേരിക്കത്തിൽ ഈ കോഴ്സ് ആക്കിക്കൊണ്ടുള്ള, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ജാഗിൽ ഇതാക്കിക്കൊണ്ടുള്ള, അത് ഭാരി ഹെമ്മേല് വലിയ ഒരു വിഷയമായിട്ട് ഞങ്ങൾ ചൊല്ലാം. അതെല്ലാം വേണ്ടാന്തല്ല ഈ ചൊന്നതൊരു ഉദ്ദേശം. ആയെങ്കിൽ അടിസ്ഥാനപരമായിട്ട് ഞങ്ങളെ മക്കൾക്ക് ദീനിയായിട്ടുള്ള ഇൽമു കിട്ടണം. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും അള്ളാഹുരെ സ്തുതിച്ചുകൊണ്ട് ചൊന്നത് അള്ളാഹുവെ നിന്റെ അടിമമാരിൽ, വിശ്വാസിമാരായ അടിമമാരിൽ യാറെ തങ്ങൾക്ക് കൊടുക്കാത്തതായ ആ ഇൽമു നീനെന്താക്കിയ ഞങ്ങൾക്ക് തന്നെ ചൊന്നതെത്തിക്കൽ. അങ്ങനെ ചൊല്ലുക സാധിക്കണം. എത്ര മക്ക നിസ്കരിക്കുക ഗുന്തില്ലാത്തതായ, ഖുർആൻ ഓത ഗുന്തില്ലാത്തതായ, അങ്ങനെ ദീനിയായിട്ടുള്ള വിഷയത്തിൽ ബേസിക് പോലും ഗുന്തില്ലാത്തതായ അവസ്ഥയിലിരിക്കുമ്പോൾ അൽഹംദുലില്ലാ നന്റെ മോനും നന്റെ മോളും ഇതെല്ലാം പണ്ട് പഠിച്ചോണ്ടുള്ള ആള്, അതുകൊണ്ട് അല്ലാഹു എനിക്ക് സർവസ്തുതിയും ചൊല്ലതായ അബ്ബ ഉമ്മ ആയിത്തീരണം. നോക്കൊരു പലപ്പോഴും ഉണ്ടാവുന്നതായ ഭയങ്കര ബേജാറിന്റെ വിഷയം, സ്കൂളിൽ എക്സാം ഉണ്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഉണ്ട്, അപ്പോൾ ദർസുക കടത്തിരുതില്ല, ദർസുക പോണ്ടില്ല, ഖുർആൻ ഓതിരുതില്ല, നിസ്കാരത്തതില്ല. എപ്പോൾ മൗത്തിലോ പേരൻസിനൊക്കെ ചൊല്ലുകൊള്ളിത് അത് പഠിച്ച് ഇത് പഠിച്ച് ഇത് മാത്രം മോനെ നീ നിസ്കരിച്ച് ഇണ്ടത്തെ നാളെ നീ ഖുർആൻ ഓതിയേ, ഇത് കേൾക്കരുതായ ഒരു അവസ്ഥമേ ഇല്ലാണ്ട് പോയിട്ടുണ്ടു. ഇത് വലിയ ഒരു ഞങ്ങളെ സമുദായത്തിനും സമൂഹത്തിനും അപായ നാളെ ആഖിറത്തിലും ഞങ്ങൾക്ക് ബാക്കിയാവരുത്. ഞങ്ങളുടെ നിസ്കരിച്ചതെത്തിക്കര്, ഞങ്ങളുടെ ഖുർആൻ ഓതിയതെത്തിക്കര്, ഇത് മാത്രം എത്തിക്കര് ഞങ്ങൾക്ക് ബാക്കിയായിട്ട് നാലക് പരലോകത്തിൽ കിട്ടത്. നോക്കൂ, അറബിക്ക് ഭാഷ ചൊല്ലത് അത് പഠിക്കരുത് ചുമ്മത്തെ മഹത്വമുണ്ട്. കാരണം ഖുർആൻ ചൊല്ലത് അത് അറബി ഭാഷയിൽ എത്തിക്കര്. ഇന്ന അൻസൽനാഹു ഖുർആനൻ അറബിയൻ ലഅല്ലക്കും തഅഖിലൂൻ. ഞങ്ങൾ ഖുർആൻ അറബി ഭാഷയിൽ ഞങ്ങൾ അവതീർണാക്കിയ എന്ത് ലഅല്ലക്കും തഅഖിലൂൻ, നിങ്ങൾ ചിന്തനാക്കുക എത്തിക്കര്, നിങ്ങൾ ആലോചനാക്കുക എത്തിക്കര്. അതുകൊണ്ട് അറബി ഭാഷ പഠിക്കരുത്. നോക്കൂ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചൊല്ലത് തഅല്ലമു അൽ അറബിയ്യ, നിങ്ങൾ അറബി ഭാഷ നിങ്ങൾ പഠിക്കൂ. ഫഇന്നഹ തുസ്ബിതുൽ അഖ്ല വതസീദു ഫിൽ മുർവ, നിങ്ങൾക്ക് എന്താവും
നിങ്ങളെ അക്കൽറെ അത് നിലനിർത്തർ, നിങ്ങളെ ബുദ്ധിശക്തി യാറാവും. അത് മാത്രമല്ല വതസീദു ഫിൽ മുർഅ, നിങ്ങളെ പേഴ്സണാലിറ്റി അതെന്താവും യാറാവും ചൊന്ന രീതിയിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പടിപ്പാട്ടി തന്നെ. അതുകൊണ്ട് പിരിസത്തെ വിശ്വാസിമാരെ ഞങ്ങളെ മക്കൾക്ക് നിരന്തരമായിട്ട് ദീനി വിദ്യാഭ്യാസം കൊടുത്തോണ്ടിക്കോൺ, ദീനിരെ ഇൽമു കൊടുത്തോണ്ടിക്കോൺ. അത് മദ്രസത്തിക്ക് സേർപ്പാട്ടിത്ത ഔത്തുല ഇങ്ങനെ നിരന്തരമായിട്ട് ദുനിയാവ് എത്ര ഞങ്ങൾ പ്രാമുഖ്യത്തെ കൊടുക്കറാണ് അതിനെ കാട്ടിയാറ പ്രാമുഖ്യത്തെ ദീന് പഠിക്കരുതിലും ദീന് മനസ്സിലാക്കരുതിലും കൊടുക്കണം. ഞങ്ങളെ മക്കൾക്ക് പിടിയാവണം. ദുനിയാവ് കാട്ടി യാറ പ്രാധാന്യത്തെ ആഖിറത്ത് കൈത്തിക്കര് അത് കൈത്തിക്കര് മഹത്വം ഉള്ളത് അതൈത്തിക്കര് എപ്പത്തും ബാക്കിയാവുന്നത് ചൊല്ലതായ ആ ഒരു സന്ദേശ ആ ഒരു മെസ്സേജ് ഞങ്ങളെ മക്കളെ മനസ്സിലുണ്ടാവും. ആയെങ്കിൽ നേരെ ഉൾട്ടൈത്തിക്കര് അത് ഞങ്ങൾ ഔത്തിലൈത്തിക്കര് പഠിപ്പാട്ടത്. കാരണം സ്കൂളുമായിട്ട് റിലേറ്റഡ് എന്തെങ്കിൽ പിന്നെ മദ്രസക്ക് പോകണത്തില്ല, ഖുർആൻ ഓതണത്തില്ല. ആ ഒരു അവസ്ഥയ്ക്ക് ഞങ്ങളെ മക്കൾക്ക് എത്തിയിട്ടായെങ്കിൽ ഞങ്ങൾ കൊടുക്കുന്നതായ മെസ്സേജ് എന്തിരെ അത് കൊടുത്തു അത്യന്ത ഗൗരവത്തോടു കൂടി ഈ വിഷയത്തെ കണ്ടെത്ത് ദുനിയാവറെ കാട്ടി യാറെ പ്രാമുഖ്യത്തെ ആഖിറത്ത് കൈത്തിക്കര് അതൈത്തിക്കര് മരണത്തെ പിന്നും ഞങ്ങൾക്ക് ഉപകാരപ്പെട്ടത് ദുനിയാവിൽ എന്ത് ഞങ്ങൾ പഠിച്ചാണ് അതെല്ലാം മരിക്കരോടത്തോളം മാത്രം ചൊല്ലതായ ആ നെനപ്പ് സദാ സന്ദർഭത്തിൽ ഉണ്ടാവണം. ഞങ്ങൾ മരിച്ചു പോയെങ്കും ഞങ്ങൾക്ക് വേണ്ടിത്ത് ദ്വാരക്കൃതായ മക്ക ഉണ്ടാവണം. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ ആ രീതിയിൽ ഞങ്ങൾക്ക് വേണ്ടിത്ത് ദ്വാരക്കൃതായ ഞങ്ങൾക്ക് വേണ്ടിത്ത് അല്ലാഹുവെ എൻ്റെ അബ്ബക്ക് പുറത്തു കൊടു മാഫാക്കി കൊടു ചൊല്ലതായ ഒരു മക്ക ഉണ്ടാവണിട്ടായെങ്കിൽ അങ്ങനെ ഞങ്ങളെ ഹയാത്തിൽ ഞങ്ങൾക്ക് ആക്കി കൊടുക്കണായ ബാധ്യത എത്തിക്കര് നെനപ്പാക്കിയത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തെ മനസ്സിലാക്കുക ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് തരട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയ്യിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.